1.5 സ്ക്വയർ ഫീറ്റിൻ്റെ പാറക്കല്ല് മുതൽ നമ്മളിവിടെ 1.5 സ്ക്വയർ ഫീറ്റിൻ്റെ പാറക്കല്ലാണിത്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇന്നത്തെ മെയിനായിട്ട് വീഡിയോ എടുക്കുന്നത് നമ്മളെ യൂട്യൂബ് ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഇതിപ്പോൾ 2-3 ലോഡ് സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. 1.5 സ്ക്വയർ ഫീറ്റ് വരുന്ന പാറക്കല്ലാണ്, ഗ്രാസ് ഇട്ട് ചെയ്യാൻ പറ്റുന്ന കല്ലാണ്. ഏതൊരാൾക്കും ഏത് വീട്ടിലും അനുയോജ്യമായിട്ട് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്. രണ്ടാമത് ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സ്ക്വയർ ഫീറ്റ് വരുന്നത് 12 ഇഞ്ച് വീതിയും 12 ഇഞ്ച് നീളം വരുന്നതാണ് ഈ പാറക്കല്ല്. ഇത് കണ്ടില്ലേ, ഇതും 2 ലോഡ് സാധനങ്ങൾ ഇപ്പോൾ ഇവിടെ ഓൾറെഡി റെഡി ആയി കഴിഞ്ഞു. ഇത് 2 ലോഡ് 1.5 സ്ക്വയർ ഫീറ്റിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 ഇഞ്ച് വീതിയും 18 ഇഞ്ച് നീളമാണ്. 12 വീതി 18 നീളം. ഇത് 12 വീതിയും 12 നീളം വരുന്ന പാറക്കല്ലാണ്. അതുപോലെ തന്നെ നമ്മൾ 3/4 സ്ക്വയർ ഫീറ്റിൻ്റെ വെച്ച് കഴിഞ്ഞാൽ 3/4 സ്ക്വയർ ഫീറ്റ് ആവറേജ് വരുന്ന പാറക്കല്ലാണ്. ഓർഡറിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ സാധനം നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ട്. പ്രൊഡക്ഷൻ യൂണിറ്റൊക്കെ ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതാണ്. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് 6 ആക്കാണ്, നല്ല ക്വാളിറ്റിയുള്ള സാധനം. ഏത് പെട്രോൾ പമ്പിലും വിരിക്കുക, ഏത് ബിൽഡിങ്ങിൻ്റെ മുന്നിലും വിരിക്കുക, ഡാമേജോ കാര്യങ്ങളോ വരില്ല. ഇത് സാധനം ആക്കി നമ്മൾ പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരിക്കണുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഇനി നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ്റെ സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. ഇതിൻ്റെ എങ്ങനെയൊക്കെയാണ് മാനുഫാക്ചർ ചെയ്യണത്, എന്തൊക്കെയാണ് ഇതിൽ ചേർക്കുന്നത് എന്നുള്ളതൊക്കെ കാണിക്കാൻ നമുക്ക് പറ്റും. ഇതാണ് പ്രൊഡക്ഷൻ. ഇത് ഓക്സൈഡുകൾ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് ഈ മിക്സിങ്ങിൽ നമ്മൾ ഓരോ ചേർത്തത് ഈ കയ്യിലെ ഓരോ ചേർത്തതിൻ്റെ അകത്ത് ഇതേപോലെ ഇടും. അതിനുശേഷം ഈ വൈബ്രാൻറ്റ് മെഷീൻ വർക്കിംഗ് കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈബ്രാൻറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ മിക്സിയുടെ ചെയ്ത കോൺക്രീറ്റ് ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. മിക്സി ചെയ്ത് കോൺക്രീറ്റ് ചേർത്തതിന് ശേഷം ഈ ഓക്സൈഡ്, ഇപ്പോൾ ഗ്രേ ഓക്സൈഡ് ചേർത്താണ് ഗ്രേ ഓക്സൈഡ്. അതുപോലെ തന്നെ നമ്മൾ ഈ മിക്സ് ചെയ്ത കോൺക്രീറ്റ് മിക്സ് ചെയ്താണ്. ഈ മിക്സ് ചെയ്ത സാധനം ഇതിൻ്റെ അകത്ത് ചേർക്കാനൊക്കെയാണ്. ഇത് ചേർത്ത് നമ്മളെന്ത് ചെയ്യും, ഇത് പിന്നെയും വൈബ്രേഷൻ ചെയ്ത് ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് എല്ലാ മിക്സിയും കറക്റ്റാക്കി വരും. അങ്ങനെ വന്നതിന് ശേഷം നമ്മൾ ഇവിടെ എത്തുമ്പോൾ ഇത് എടുത്തിട്ട് അടുത്ത പോർഷനിലേക്ക് മാറ്റും. എന്താ ചെയ്യുക, സൗണ്ട് കൂടുതലാണ്. ഇതുപോലെ ഇവരുടെ അടുത്ത് നേരെ ഇതുപോലെ അട്ടിക്കട്ടി ക്ലിയറായിട്ട് അട്ടി വെക്കും. വെട്ടിയതിന് ശേഷം 1-2 ദിവസം കഴിഞ്ഞിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഇത് ചെയ്യാം, ഇതൊന്ന് റിലീസ് ചെയ്യാം. അങ്ങനെ റിലീസ് ചെയ്ത മോൾഡുകളാണത്. ഈ മോൾഡിൽ നിന്ന് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇത് ഉണങ്ങി കിട്ടണം. ഇത് ഉണങ്ങിയ സാധനമാണ്. ഇനി ഇത് റിലീസ് ചെയ്യാൻ നിൽക്കണം. ഇതുപോലെ ഓരോ സ്റ്റേജുകൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാം, ഇതേ കട്ടകൾ ഇത് മൊത്തത്തിലിത് റിലീസ് ചെയ്ത സാധനമാണ്. മോൾഡിൻ്റെ അകത്ത് മൊത്തം റിലീസ് ചെയ്ത് ഈ സാധനങ്ങൾ നമ്മളെന്ത് ചെയ്യും, അതൊക്കെ വേറെ മോഡലാണ്. ഇതിൻ്റെ മറ്റേ കവിതക്കട്ടാറ് ഇതൊക്കെ റിലീസ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇത് 2-3 ദിവസം കഴിഞ്ഞാൽ ഇത് മൂത്ത് വരും. മൂത്ത് വന്നു കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് വിരിക്കാൻ പറ്റുക. അപ്പോൾ 2-3 ദിവസം നമുക്ക് മൂക്കാനുള്ള ടൈം എടുക്കും. മൂക്ക് വരുന്ന വെച്ചാൽ കെമിക്കലൊക്കെ മൊത്തമായിട്ട് ചേർത്തുണ്ടാക്കുന്ന സാധനമാണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ് മൂക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന 1.5 സ്ക്വയർ ഫീറ്റിൻ്റെ പാറ. ഇത് നമ്മൾ വരുന്നത് കവിതക്കട്ടയാണ്. കവിതക്കട്ട പറഞ്ഞു കഴിഞ്ഞാൽ 2 കല്ലാണ് 1 സ്ക്വയർ ഫീറ്റ് വരുന്നത് ഇതിൻ്റെ അകത്ത്. പിന്നെ അതുപോലെ തന്നെ 1 സ്ക്വയർ ഫീറ്റിൻ്റെ പാറ നേരത്തെ നമ്മൾ ഫസ്റ്റ് കാണിച്ച അതേമാതിരി 1 സ്ക്വയർ ഫീറ്റിൻ്റെ പാറക്കല്ലാണിത്. നല്ല ഫിനിഷിങ്ങുള്ള സാധനമാണ്. ഇതൊക്കെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചാനലിടുന്ന കസ്റ്റമറിന് നമുക്ക് താല്പര്യത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ കല്ലുകളൊക്കെ വിരിച്ച് കൊടുക്കുന്നു. ആർക്കും നമുക്ക് ഓർഡർ തരാവുന്നതാണ്. ഏത് ഭാഗത്തും നമ്മൾ മണ്ണാർക്കാട് അതുപോലെ പാലക്കാട് ആ ഏരിയയിലൊക്കെ മിതമായ റേറ്റിന് നമ്മൾ ചെയ്ത് കൊടുക്കും. ഇത് 2.5 ഇഞ്ച് കനമുണ്ട്. എല്ലാ കല്ലും 2.5 ഇഞ്ച് കനം ഉള്ള കല്ലാണ്. ഇതിൻ്റെ കനം 2.5 ഇഞ്ചാണ്. വലിയ പാറ 1.5 സ്ക്വയർ ഫീറ്റിൻ്റെ പാറ 2.5 ഇഞ്ച് കനമാണ്. 1 സ്ക്വയർ ഫീറ്റിൻ്റെ പാറ ഒക്കെ 2.5 ഇഞ്ച് കനം വരുന്ന മൊത്തത്തിൽ വരുന്നത്. ഇതിൽ 6 ആക്ക് പമ്പിലും ബിൽഡിങ്ങിൻ്റെ മുന്നിലും ഇടുന്ന കല്ലാണ്. 3 ഇഞ്ച് കനം വരുന്നതാണ് മൊത്തത്തിൽ. അപ്പോൾ നമുക്ക് ആവശ്യക്കാർക്ക് നമുക്ക് മിതമായ റേറ്റിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. കല്ലുകൾ ഇനി ഇതേ രൂപത്തിൽ പ്രൊഡക്ഷൻ അത് കണ്ടത് വൈബ്രേഷനാണ്. ഇതിലാണ് നമ്മൾ ഇതേ രൂപത്തിലെത്തിയിട്ടാണ് നമുക്ക് ഇത് റിലീസ് ചെയ്യാൻ പറ്റുക. ഇത് കാണിച്ചു തരാം. ഇങ്ങനെ വൈബ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അതിൻ്റെ അകത്ത് താഴത്തോട്ട് വരും. ഇതാണ് സംഭവം. ഈ സാധനം തന്നെ ശേഷമാണ് നമ്മൾ എടുത്ത് വെച്ചതിൻ്റെ കട്ട. ഇതുപോലെ നമ്മൾ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ എടുക്കാനുള്ള സാധനമാണ്. അപ്പോൾ അതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ റിലീസായി വരും. ഇനി ഇത് മൂത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള നമുക്ക് എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്യാൻ പറ്റുക. അങ്ങനെ 2-3 ദിവസത്തെ അത് ഔട്ടാക്കി എടുത്തിട്ടുള്ളൂ ഈ മോൾഡിൻ്റെ അകത്ത്.
അപ്പം അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ ക്വാളിറ്റി ക്വാളിറ്റി പ്രോഡക്റ്റാണ്. ഇതൊക്കെ ഇപ്പം ഇന്ന് നമ്മൾ കമ്പനിയിൽ ഇതൊക്കെ പ്രൊഡക്ഷൻ ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഉണങ്ങി 2 ദിവസം ഉണങ്ങാനെടുക്കും. ഉണങ്ങിയിട്ട് 4 ദിവസം മൂത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ബലം കിട്ടും. ഇത് എല്ലാ കസ്റ്റമറിനും കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്പർ കൊടുക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓർഡർ തരാം. നമ്മൾ പ്രൊഡക്റ്റ് അവിടെ കൊണ്ടുവന്ന് നമുക്ക് വണ്ടി കാര്യങ്ങൾ നമ്മുടെ കമ്പനിയെല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അവിടെ എത്തിച്ച് തരും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സഹകരിക്കുക, ആവശ്യക്കാർ ബന്ധപ്പെടുക. ഓക്കെ, സ്റ്റാഫുകളിലിട്ടാണ് ഇവിടെ പണിയെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും കണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പരമാവധി ഓർഡർ ഉള്ളവർ തരിക. നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി സാധനം നല്ല രൂപത്തിൽ നമ്മൾ ചെയ്തു തരും. ഓക്കെ, സീ യു, ഹാവ് എ നൈസ് ഡേ.